നമസ്കാരം. തനിനിറം വാർത്തകളിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചോദ്യമായി ഇപ്പോൾ ഉയരുന്നത് ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നതാണ്. രാഷ്ട്രീയ ചർച്ചകൾക്കൊപ്പം ജ്യോതിഷ ലോകവും ഈ വിഷയത്തെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയാണ്. നക്ഷത്രങ്ങളും നിലവിലെ ഗ്രഹഗതിയും അടിസ്ഥാനമാക്കി നേതാക്കളുടെ സമയാനുകൂല്യം എങ്ങനെയെന്ന ചർച്ചകൾ രാഷ്ട്രീയ ഇടനാഴികളിലും സജീവമാണ്. വി.ഡി. സതീശന്റെ നക്ഷത്രം ചതയമാണ്. ജ്യോതിഷപ്രകാരം ചതയം നക്ഷത്രക്കാർക്ക് ജൂൺ ആദ്യവാരം വരെ വ്യാഴത്തിന്റെ ശക്തമായ അനുകൂലത നിലനിൽക്കുന്ന സമയമാണ്. 5-ലെ വ്യാഴം അധികാരലാഭം, ജനപിന്തുണ, പുതിയ ഉത്തരവാദിത്വങ്ങൾ, അംഗീകാരം എന്നിവയുടെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട നിർണായക അവസരങ്ങൾ വി.ഡി. സതീശന് ലഭിക്കാൻ സാധ്യത കൂടുതലാണെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കാര്യങ്ങൾ അതിവേഗം തീരുമാനത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യമാണെന്നും ജ്യോതിഷ നിരീക്ഷണങ്ങൾ പറയുന്നു. രാഷ്ട്രീയ അനിശ്ചിതത്വമോ വൈകിപ്പോക്കോ ഉണ്ടായാൽ പിന്നീട് അനുകൂലത കുറയാൻ സാധ്യതയുണ്ട്. ജൂണിന് ശേഷം വ്യാഴസ്ഥിതി മാറുന്നതോടെ നിലവിലെ പിന്തുണയും ആത്മവിശ്വാസവും കുറയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകാമെന്ന വിലയിരുത്തലുമുണ്ട്. കെ.സി. വേണുഗോപാലിന്റെ നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് രാശിഭേദം അനുസരിച്ചാണ് ഫലവ്യത്യാസമുണ്ടാകുന്നത്. ധനുരാശിയാണെങ്കിൽ നിലവിലെ സമയം ഗുണകരമെന്നാണ് ജ്യോതിഷ സൂചന. ദേശീയ തലത്തിൽ കൂടുതൽ സ്വാധീനവും സംഘടനാ ചുമതലകളിൽ ശക്തമായ ഇടപെടലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ മകരരാശിയാണെങ്കിൽ അവസാന നിമിഷ തടസ്സങ്ങളോ അപ്രതീക്ഷിത മാറ്റങ്ങളോ ഉണ്ടാകാമെന്നും വിലയിരുത്തുന്നു. രമേശ് ചെന്നിത്തലയുടെ നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജന്മവ്യാഴവും കണ്ടകശനിയും ചേർന്ന ഘട്ടമാണെന്നാണ് ജ്യോതിഷ നിരീക്ഷണം. ഇത് സാധാരണയായി കാത്തിരിപ്പ്, മാനസിക സമ്മർദ്ദം, വൈകിപ്പ് എന്നിവയുടെ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനസാധ്യത താരതമ്യേന കുറവാണെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്തിന് പുറത്തുള്ള പ്രധാന രാഷ്ട്രീയ ചുമതലകൾ ലഭിക്കാൻ സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും ജ്യോതിഷ നിരീക്ഷകർ പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തെ ജ്യോതിഷ ലോകം വിശേഷിപ്പിക്കുന്നത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എപ്പോൾ വേണമെങ്കിലും മാറിമറിയാവുന്ന അവസ്ഥ എന്നാണ്. വ്യാഴത്തിന്റെ മാറ്റവും രാഷ്ട്രീയ നീക്കങ്ങളും ഒരുപോലെ നിർണായകമാകുന്ന ഘട്ടമാണിത്. നേരം വെളുക്കും മുമ്പുള്ള രാഷ്ട്രീയ അന്തരീക്ഷം എന്ന രീതിയിലും ചിലർ ഇതിനെ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്കും കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. കുറച്ചുകാലം ഒരാൾക്കും പിന്നീട് മറ്റൊരാൾക്കും എന്ന രീതിയിലുള്ള സമവായ ചർച്ചകൾക്കും സാധ്യത തള്ളിക്കളയാനാവില്ല. രാഷ്ട്രീയത്തിൽ അവസാന നിമിഷ നീക്കങ്ങളും കൂട്ടുകക്ഷി സമവാക്യങ്ങളും തന്നെയാണ് പലപ്പോഴും നിർണായകമാവുന്നത്. എങ്കിലും നിലവിലെ ഗ്രഹഗതികൾ പരിശോധിക്കുമ്പോൾ വി.ഡി. സതീശന് സമയാനുകൂല്യം കുറച്ചുകൂടി ശക്തമാണെന്ന സൂചനകളാണ് ജ്യോതിഷ ലോകം പങ്കുവയ്ക്കുന്നത്. പക്ഷേ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന്റെ അന്തിമ ഉത്തരമോ? അത് രാഷ്ട്രീയ ഹൈക്കമാൻഡിന്റെ കൈകളിലാണ്. കേരളത്തെ ഞെട്ടിക്കുന്ന അവയവക്കടത്ത് മാഫിയയുടെ വിവരങ്ങൾ പുറത്ത്. വൃക്ക ഇടപാടിനായി രോഗിയിൽ നിന്ന് 20 ലക്ഷം രൂപ ഈടാക്കിയ സംഘത്തിന്റെ മുഖ്യ സൂത്രധാരൻ നജീബിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനം വിട്ടതായാണ് സൂചന. വ്യാജരേഖകൾ, ഫോട്ടോസ്റ്റാറ്റ് കടകളിൽ നിന്നും കണ്ടെത്തിയ ജനപ്രതിനിധികളുടെയും പോലീസിന്റെയും പേരിലുള്ള കത്തുകൾ സംസ്ഥാനമൊട്ടാകെ വ്യാപിച്ച മാഫിയ ശൃംഖല. അന്വേഷണം ഓരോ ദിവസവും പുതിയ ഞെട്ടലുകളിലേക്ക് നീങ്ങുകയാണ്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അവയവക്കടത്ത് മാഫിയയ്ക്ക് കേരളത്തിലെ വിവിധ ജില്ലകളിൽ വൻ ശൃംഖലയുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കിഴക്കമ്പലം പള്ളിക്കരയിലെ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ നിന്നും ജനപ്രതിനിധികളുടെയും പോലീസിന്റെയും പേരിലുള്ള വ്യാജ കത്തുകൾ കണ്ടെത്തിയതോടെയാണ് അന്വേഷണം കൂടുതൽ ശക്തമായത്. സംഭവവുമായി ബന്ധപ്പെട്ട 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന നജീബ് ഇപ്പോഴും ഒളിവിലാണ്. കാസർഗോഡും മലപ്പുറവും വിലാസമായ ഇയാൾ കഴിഞ്ഞ കുറെ നാളുകളായി കുന്നത്തുനാട്ടിലായിരുന്നു താമസം. ഇപ്പോൾ ഇയാൾ സംസ്ഥാനം വിട്ടതായാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. വടക്കേക്കര സ്വദേശിനിയായ 35-കാരിയുടെ മൊഴിയാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. വൃക്ക കൈമാറാൻ അനുമതി തേടി യുവതി ആദ്യം ജില്ലാതല ഓതറൈസേഷൻ സമിതിയെയും പിന്നീട് സംസ്ഥാനതല സമിതിയെയും സമീപിച്ചു. എന്നാൽ സാമ്പത്തിക ഇടപാടുകളുടെ വ്യക്തമായ സൂചന ലഭിച്ചതോടെ 2 സമിതികളും അപേക്ഷ തള്ളി. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും വീണ്ടും സംസ്ഥാന സമിതിയെ സമീപിക്കാനായിരുന്നു കോടതി നിർദ്ദേശം. അവിടെയും അനുമതി നിഷേധിച്ചതിന് പിന്നാലെ യുവതി പോലീസ് നിരീക്ഷണത്തിലായി. അതിനിടെയാണ് നിയമവിരുദ്ധമായി വൃക്ക കൈമാറ്റം നടന്നതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചത്. പോലീസിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച വിവരം
പണമിടപാടുകളെക്കുറിച്ചുള്ളതാണ്. വൃക്ക ലഭിക്കാനായി രോഗിയിൽ നിന്ന് സംഘം ആവശ്യപ്പെട്ടത് 20 ലക്ഷം രൂപ. എന്നാൽ വൃക്ക നൽകിയ യുവതിക്ക് ലഭിച്ചത് വെറും 9 ലക്ഷം മാത്രം. ബാക്കി തുക മാഫിയ സംഘം കമ്മീഷനായി കൈക്കലാക്കിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കുന്നത്തുനാട് മാത്രമല്ല, കാസർഗോഡ്, കൊല്ലം, തിരുവനന്തപുരം റൂറൽ മേഖലകളിലും നജീബിന് ബന്ധങ്ങളുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവയവമാറ്റ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യജീവനെ പോലും കച്ചവട വസ്തുവാക്കി മാറ്റിയ അവയവക്കടത്ത് മാഫിയയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുഖ്യ സൂത്രധാരൻ നജീബിനെ കണ്ടെത്തുന്നതിനായി അന്വേഷണം പുരോഗമിക്കുമ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അവയവ മാഫിയയുടെ വേരുകൾ എത്ര ആഴത്തിലാണെന്ന ചോദ്യവും ശക്തമാവുകയാണ്. മദ്യലഹരിയിൽ പോലീസ് സ്റ്റേഷനിലെത്തി ജീപ്പ് മോഷ്ടിച്ചു മുങ്ങിയ പ്രതി പിടിയിൽ. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് സമീപമുള്ള സൈബർ സ്റ്റേഷനിലെ പോലീസ് ജീപ്പ് മോഷ്ടിച്ച ഗുരുവായൂർ സ്വദേശിയായ ഹംസത്താണ് പിടിയിലായത്. മദ്യലഹരിയിൽ പോലീസ് സ്റ്റേഷനിലെത്തി ജീപ്പ് മോഷ്ടിച്ചു മുങ്ങിയ പ്രതി പിടിയിൽ. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് സമീപമുള്ള സൈബർ സ്റ്റേഷനിലെ ജീപ്പ് മോഷ്ടിച്ച ഗുരുവായൂർ സ്വദേശിയായ ഹംസത്താണ് പോലീസിന്റെ പിടിയിലായത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. മദ്യലഹരിയിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതി ആദ്യം തന്റെ ഫോൺ മോഷണം പോയതായി പരാതി നൽകി. തുടർന്ന് പുറത്തിറങ്ങിയ ശേഷം സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കിടന്ന ജീപ്പിൽ കയറി കടന്നുകളയുകയായിരുന്നു. തുടർന്ന് ടൗണിലെ പെട്രോൾ പമ്പിലെത്തിയ പ്രതി വാഹനത്തിൽ ഇന്ധനവും നിറച്ചു. വീണ്ടും യാത്ര തുടർന്ന മുഷിഞ്ഞ വസ്ത്രധാരിയായ ഇയാളെ SN പാർക്ക് പരിസരത്ത് വെച്ച് സംശയം തോന്നിയ നാട്ടുകാർ തടഞ്ഞുവെച്ച പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പ്രതി മദ്യലഹരിയിലായിരുന്നതായി പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുരുവായൂർ അരിയന്നൂരിൽ വൻ മോഷണം. ഡോക്ടറുടെ വസതിയിൽ നിന്നും 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഗുരുവായൂർ അരിയന്നൂരിൽ വൻ മോഷണം. ഡോക്ടറുടെ വസതിയിൽ നിന്നും 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. വീടിന്റെ മുകൾ നിലയിൽ കയറിയാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചിട്ടുള്ളത്. അരിയന്നൂർ പൊന്നരാശ്ശേരിയിൽ താമസിക്കുന്ന പോക്കാക്കിലത്തെ വീട്ടിൽ ഡോക്ടർ അബൂബക്കറിന്റെ വസതിയിലാണ് കവർച്ച നടന്നത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ ഡോക്ടറായ അബൂബക്കറും കുടുംബവും താമസിക്കുന്ന വീട്ടിൽ കഴിഞ്ഞ 8 രാത്രിയിൽ 1 മണിയോടെയാണ് സംഭവം നടന്നതെന്നാണ് വിവരങ്ങൾ. 2 വളകൾ, 2 മാലകൾ, 3 ജോഡി കമ്മലുകൾ ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കുടുംബസമേതം പോകാനായി ഒരുങ്ങുന്നതിനിടെയാണ് സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. വീടിനുള്ളിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മോഷ്ടാവിന്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിക്കായി തിരച്ചിലും ഊർജിതമാക്കി. തൃശൂർ കണിമംഗലത്ത് നിയന്ത്രണം വിട്ട പാഴ്സൽ ലോറി പാടശേഖരത്തിലേക്ക് മറിഞ്ഞു. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. തൃശൂർ കണിമംഗലത്ത് നിയന്ത്രണം വിട്ട പാഴ്സൽ ലോറി പാടത്തേക്ക് മറിഞ്ഞു. പുലർച്ചെയാണ് അപകടം നടന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കണിമംഗലം ദാസ് റീജൻസിക്ക് സമീപമുള്ള പാടത്താണ് അപകടം സംഭവിച്ചത്. വാഹനത്തിന്റെ ഒരു വശം ചെരിഞ്ഞ് പാടശേഖരത്തിലേക്ക് മറിഞ്ഞ നിലയിലായിരുന്നു വാഹനം. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. റോഡരികിലെ സംരക്ഷണ ഭിത്തിയും ഇടിച്ചു തകർത്താണ് 10 അടിയിലേറെ താഴ്ചയിലേക്ക് വാഹനം മറിഞ്ഞത്. അപകടത്തിൽ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംഭവ സമയം മറ്റ് കാൽനട വാഹനയാത്രികർ പ്രദേശത്തില്ലാതിരുന്നതും ആശ്വാസമായി. താഴ്ചയിലേക്കുള്ള വീഴ്ചയുടെ ആഘാതത്തിൽ വാഹനത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടിനു മുന്നിൽ അഴിച്ചുവെച്ച ഷൂസിനുള്ളിൽ വിഷപ്പാമ്പ്. വീട്ടുടമയുടെ ജീവന് കരുതലൊരുക്കി വളർത്തുപൂച്ച. കോഴിക്കോട് ബാലുശ്ശേരി കൊട്ടാരമുക്ക് സ്വദേശി ബാബുവിന്റെ വീട്ടിലാണ് സംഭവം. വീടിന് മുന്നിൽ അഴിച്ചുവെച്ച ഷൂസിനുള്ളിൽ വിഷപ്പാമ്പ്. വീട്ടുടമയുടെ ജീവന് കരുതലൊരുക്കി വളർത്തുപൂച്ച. കോഴിക്കോട് ബാലുശ്ശേരി കൊട്ടാരമുക്ക് സ്വദേശി ബാബുവിന്റെ വീട്ടിലാണ് സംഭവം. വീട്ടുടമയുടെ ഷൂസിനുള്ളിലാണ് ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പ് കയറിക്കൂടിയത്. പൂച്ചക്കുഞ്ഞ് ഷൂസ് തട്ടിക്കളിക്കുന്നതിനിടയിലാണ് പാമ്പും പുറത്തെത്തിയത്. ഷൂസിനുള്ളിൽ പതിയിരുന്ന പാമ്പ് പൂച്ചസാറിന്റെ മുന്നിൽ പെട്ടുപോയി എന്ന് തന്നെ വേണം പറയാൻ. തുടരെയുള്ള പൂച്ചയുടെ കൈകൊണ്ടുള്ള അടിയേറ്റ പാമ്പ് അവശനായി. സംഭവം പുലർച്ചെ നടക്കാനിറങ്ങിയ വീട്ടുടമയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ പാമ്പിനെ പിന്നീട് ശ്രദ്ധാപൂർവം വീടിനകലെയുള്ള പറമ്പിലേക്ക് ഇറക്കിവിട്ടു. അവിചാരിത സംഭവമാണെങ്കിലും ഷൂസ് ധരിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ വലിയ അപകടം സംഭവിച്ചേക്കാമായിരുന്നുവെന്നും പൂച്ചയുടെ ഇടപെടൽ വലിയ ആശ്വാസവും സുരക്ഷയും ഒരുക്കിയതായും കുടുംബം പ്രതികരിച്ചു. വീട്ടുടമയുടെ ജീവന് കരുതലൊരുക്കിയ പൂച്ചയാണ് ഇപ്പോൾ നാട്ടിലെ താരം. പൂച്ചയാണ് ശരിക്കും. കാരണം രാവിലെ ഞാൻ സാധാരണ വരുമ്പോൾ തന്നെ ഈ മുറ്റത്തിറങ്ങി ഷൂ ഇടാൻ നോക്കുമ്പോൾ പൂച്ച ഒരു സാധനത്തിന് തട്ടിക്കളിക്കുന്നു.
അങ്ങനെ പെട്ടെന്ന് ഷോ എന്താണ് തട്ടുന്നത് നോക്കുമ്പോൾ ഒരു പാമ്പോ പോലത്തെ ഒരു സാധനം അപ്പോൾ കണ്ട് അതിനാ പൂച്ചക്കുട്ടി അപ്പം തോന്നി വീഡിയോ എടുക്കണം. അങ്ങനെ വീഡിയോ എടുത്ത് പിന്നെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അതിനെ ഒരു ട്രെയിലേക്ക് മാറ്റി ഞങ്ങൾ അതിനെ സ്ഥലത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുപോയി അതിനെ പറമ്പിലേക്ക് ഇറക്കി വിട്ട് അതാണ് പോവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് തനിനിറം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.